അപ്പോളോ സൈക്കിൾ വേൾഡ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കലത്താണി. മൊബൈൽ 8589932282. തച്ചനാടുകര പാലോട് മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സ്റ്റേഡിയത്തിലെ 16 ഫ്ലഡ് ലൈറ്റുകൾ മോഷണം പോയി. ഇരുമ്പ് തൂണുകളിൽ സ്ഥാപിച്ച ലൈറ്റ് മെയിൻ സ്വിച്ച് ഓഫാക്കിയതിനു ശേഷമാണ് കവർന്നത്. 60,000 രൂപ നഷ്ടം സംഭവിച്ചതായി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 31-ാം തീയതി വരെ മൈതാനത്ത് ഫ്ലഡ് ലൈറ്റ് മത്സരങ്ങൾ നടന്നിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ മഴയായതിനാൽ മൈതാനത്തേക്ക് ക്ലബ്ബ് അംഗങ്ങളാരും വന്നിരുന്നില്ല. 3-ാം തീയതി വൈകുന്നേരത്തോടെയാണ് ലൈറ്റുകൾ മോഷണം പോയതായി ശ്രദ്ധയിൽപ്പെട്ടത്. വിവിധ തൂണുകളിലായി സ്ഥാപിച്ച 16 ഫ്ലഡ് ലൈറ്റുകൾ നഷ്ടപ്പെട്ടു. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷമാണ് ലൈറ്റുകൾ അഴിച്ചെടുത്തതെന്നാണ് സാഹചര്യ തെളിവുകളിൽ നിന്നും മനസ്സിലായതെന്ന് ക്ലബ്ബ് സെക്രട്ടറി മുസ്തഫ പാറക്കലിൽ പറഞ്ഞു. ഞങ്ങൾ മാത്രമല്ല, പരിസരത്തുള്ള ഒരുപാട് ക്ലബ്ബുകൾ ഇവിടെ വന്നിട്ട് ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസം 31-ാം തീയതി രാത്രി വരെ ഞങ്ങൾ ഇതിവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ മഴ വന്നപ്പോൾ 2 ദിവസം കളി നിർത്തി വച്ചിരുന്നു. എന്നാണ് മിസ്സായത് എന്നറിയില്ല. അതിനുശേഷം ഞങ്ങളുടെ 16 ലൈറ്റുകൾ ഇവിടുന്ന് മോഷണം പോയിട്ടുണ്ട്. വിഷയത്തിൽ ക്ലബ്ബ് ഭാരവാഹികൾ നൽകിയ പരാതിയിൽ നാട്ടുകൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാലോട് അമ്പലക്കുന്നിൽ സ്ഥലം വാടകയ്ക്കെടുത്ത് ക്ലബ്ബ് നിർമ്മിച്ച ഈ മൈതാനത്ത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ച് നിർധന കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിവാഹം, അർഹരായവർക്ക് വീട് നിർമ്മാണം, രോഗികൾക്ക് സാമ്പത്തിക സഹായം തുടങ്ങി നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. 100-ലധികം രോഗികൾക്ക്, പാവപ്പെട്ട നിർധനരായ രോഗികൾക്ക് പണം നൽകുകയും അവിടെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയും നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം നടത്തുക തുടങ്ങിയ ഒരുപാട് മറ്റ് സ്പോർട്സിനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജീവകാരുണ്യ മേഖലയിൽ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെയുള്ള നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരായ ആളുകളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളും അതിനേക്കാൾ ഉപരി ഓരോ വർഷവും കൃത്യമായ ഇടവേളകളിൽ ഇവിടെ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്തി മോഷ്ടാക്കളെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ക്ലബ്ബ് ഭാരവാഹികൾ. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി.